കുടിവീണ്ട ഡേയ്സ് സിയാത്തിരിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ് നാളെ. അപ്പോൾ നമ്മൾ ഇത്രയും നാളും വളരെ ബുദ്ധിമുട്ടി നിഫ്റ്റീന് 26,000 മുകളിൽ നിക്ഷേപകരും എല്ലാവരും ചേർന്ന് ക്ലോസിംഗ് ഒക്കെ നടത്തി. എന്നാൽ ഇന്ന് വളരെ സിമ്പിളായിട്ട് നിഫ്റ്റി 26,000 താഴെ ക്ലോസ് നടത്തി. നിഫ്റ്റി 50-ൽ ഏകദേശം 50 കമ്പനീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയത്. ഡിഫൻസ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് കമ്പനീസ് ഫോളോ ആയിരുന്നു. HLL തന്നെ എയർക്രാഫ്റ്റിന് ശേഷം ഡിഫൻസ് സെക്ടറിൽ ഒരു വീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐഷർ മോട്ടേഴ്സും ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് ടോപ്പ് ഗെയിനേഴ്സ് ആയിരുന്നു. RVNL-നും NBCCക്കും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റ് ഡിസ്കസ് ചെയ്താണ്. അത് പ്രകാരം അതൊന്ന് പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് നടത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റീനെ സപ്പോർട്ട് ചെയ്ത സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കുമ്പോൾ ടെക്കം, ഐഷർ മോട്ടേഴ്സ്, ബജാജ് ഓട്ടോ, വിപ്രോ, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ കമ്പനീസാണ്. JSW സ്റ്റീലും ഭാരത് ഇലക്ട്രോണിക്സും, മാക്സ് ഹെൽത്ത് കെയറും, ഡോക്ടർ റെഡ്ഡിയും, ഗ്രാസിമാണ് വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. JSW സ്റ്റീലെല്ലാം തന്നെ 3% ഒരു ഫോള് കണ്ടു. നിഫ്റ്റി കാണാം ഓപ്പണിംഗ് റേഞ്ച് നമുക്കൊരു ഗ്യാപ്പ് അപ്പാണെന്ന് ആക്ച്വലി ഉണ്ടായത്. അതിനുശേഷം 26,137 ഹൈ ടെസ്റ്റ് ചെയ്തു. പിന്നീട് വീണ്ടും ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു സഡൻ ഫോളോ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 220 പോയിന്റ് ഫോളോ ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE പ്ലസ് ആണ്, എന്നാൽ CSE 40 ഫ്രാൻസ് മാർക്കറ്റ് നെഗറ്റീവാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് നിന്ന് 3% ക്രാഷ് ചെയ്ത് 13-ൽ നിൽക്കുന്നുണ്ട്. എങ്കിലും മറ്റുള്ള ഏഷ്യൻ സൈഡിലുള്ള മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവേ ഫ്ലാറ്റ് ആയിരുന്നു, അതല്ലെങ്കിൽ വീക്കായിരുന്നു. ബിറ്റ്കോയിനിൽ ഇടിവ് തുടരുന്നുണ്ട്. $600 ഫർദറായിട്ട് ഇടിഞ്ഞ് 85,955 നിലയിലാണ് നിൽക്കുന്നത്. ഡോ ഫ്യൂച്ചർ എന്നാൽ പോസിറ്റീവാണ്. 98 പോയിന്റ് ഡോ ഫ്യൂച്ചർ പോസിറ്റീവായ നിലയിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ ഇതാണ് ഗ്ലോബലി. ഇനി നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്താനായിട്ട് മറക്കരുത്. കാരണം എല്ലാ ആളുകളും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാർക്കറ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ കളക്ട് ചെയ്ത സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. അപ്പോളോ ഹോസ്പിറ്റൽ ഇവർ പൂനെയിൽ പുതിയ ഒരു ഫെസിലിറ്റി അവർ അക്യൂർ ചെയ്തു. ബെഡിൻ്റെ എല്ലാം തന്നെ നമ്പർ ഉയർത്തും, ഹോസ്പിറ്റൽസിൻ്റെ എല്ലാം തന്നെ നമ്പർ ഉയർത്തുമെന്ന് അപ്പോളോ ഹോസ്പിറ്റൽ പറയുന്നുണ്ട്. ഈ അപ്പോളോ ഹോസ്പിറ്റൽ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഈ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഹെൽത്ത് കെയർ കമ്പനീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ലഭ്യമാണ്. അതാകുമ്പോൾ ഈ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ അത്ര പ്രശ്നമല്ല. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ അതിലും കാണാം. ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇവർ ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 20% മുതൽ 22% വരെയുള്ള റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി അപ്ഗ്രേഡ് ചെയ്തു. സീഗൾ കമ്പനി 59 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ, ഒരു സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്ന ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമ്പനി പെർ ഡേ 10 ബില്യൻ്റെ എല്ലാം തന്നെ ഓർഡറാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇവരുടെ MD പറയുന്നത്. MCX ഇപ്പോൾ നമുക്കറിയാം ഗോൾഡും ക്രൂഡ് ഓയിലെല്ലാം തന്നെ വലിയ തോതിൽ ആളുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഡെയിലി എക്സ്പയറീസ് എല്ലാം തന്നെ മാറിയത് കൊണ്ട് ആളുകൾ MCXിലേക്കെല്ലാം തന്നെ കുറച്ചധികം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യാം, ക്രൂഡിലും ട്രേഡ് ചെയ്യാം. MCX എന്ന് പറഞ്ഞത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. നമ്മുടെ സെറോദ, നമ്മുടെ അപ്സ്റ്റോക്കിൽ MCX ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. അറിയേണ്ടത് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിയണം. അത് നമുക്ക് അതായത് നമ്മൾ ഗോൾഡ് വാങ്ങുന്നില്ല, ക്രൂഡും വാങ്ങുന്നില്ല, ഇതിൻ്റെ എല്ലാം തന്നെ കോൺട്രാക്റ്റുകളാണ് വാങ്ങുന്നത്. അതാണ് MCXിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഈ ക്രൂഡിലും ഗോൾഡിലും എല്ലാം എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിന് വിശദമായിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി ഡോക്ടർ റെഡ്ഡി മറ്റൊരു ഫാർമ കമ്പനിയാണ്. ഇവിടെ പുതിയ മെഡിസിന് യൂറോപ്യൻ യൂണിയൻ്റെ അംഗീകാരം കിട്ടിയതായിട്ട് കമ്പനി പറഞ്ഞു. ഷ്യാം മെറ്റാലിക് കമ്പനി ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഷ്യാം മെറ്റാലിക്സിനെ അപ്ഗ്രേഡ് ചെയ്തു. ജെഫ്രീസ് എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ റേറ്റിംഗ് ഏജൻസി കമ്പനീസ് എല്ലാം തന്നെ ഈ കമ്പനീസിൽ പല 2-3 ടൈപ്പ് ഓഫ് അപ്ഗ്രേഡുകൾ നടത്തും. ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ഇതനുസരിച്ച് സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല.
പക്ഷേ നോർമൽ സിനാരിയോയിലാണെങ്കിൽ ഇത്തരം കമ്പനീസ് എല്ലാം തന്നെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അപ്ഗ്രേഡുകൾ കൊടുക്കുന്നത്. ഷാൽബി എഞ്ചിനീയറിംഗ് കമ്പനി UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഷാൽബിനെ അപ്ഗ്രേഡ് ചെയ്തു. ഇൻഫോസിസ് IT കമ്പനിയാണ്. മോത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. ഐഷർ മോട്ടേഴ്സ്, വമ്പൻ ന്യൂസാണ് ഐഷർ മോട്ടേഴ്സിലുള്ളത്. ഒന്ന്, ഇവരുടെ ഇലക്ട്രിക്കൽ ബൈക്കുകളെല്ലാം തന്നെ കമ്പനി ഉടനെ തന്നെ പുറത്ത് ഇറക്കും എന്നുള്ളതാണ് കമ്പനി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു റെവല്യൂഷനാണ്. കാരണം ഈ ഈ നമ്മളുടെ ഐഷർ മോട്ടോഴ്സിൻ്റെ ഈ ഒരു ക്ലാസിക് 350 മുതൽ ഹിമാലയൻ, ഹണ്ടർ, മെറ്റിയോർ തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരുപാട് ജനപ്രീതി ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ EVയും കൂടി കൊടുക്കുകയാണെങ്കിൽ, കമ്പനി EVയും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ യുവാക്കളുടെ ഇടയിൽ ഒരു താരമാകും ഈ ബൈക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി, ഇവർ 30% സ്റ്റേക്ക് സ്വിസ് പേരൻറ്റ് കമ്പനിയിൽ ഇവർ നിക്ഷേപിച്ചു. 4.23 ബില്യണാണ് ഈ ഒരു കോൺട്രാക്റ്റ് നടന്നത്. പാരാസ് ഡിഫൻസ് കമ്പനി ഇൻ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹഡ്കോ കമ്പനി ന്യൂവയ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റൽ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്താണ്. നീരജ് സിമെൻറ്റ് കമ്പനി, ഇവർ പുതിയൊരു വർക്ക് ഓർഡർ കിട്ടി. 220 കോടി രൂപയുടെ വർത്ത് വരുന്നൊരു ഓർഡർ കിട്ടി. പവന ഇൻഡസ്ട്രീസ് കമ്പനി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റായിട്ട് 250 കോടിയുടെ ഒരു നിക്ഷേപം നടത്തി. ഡോക്ടർ റെഡ്ഡി യൂറോപ്യൻ കമ്മീഷനിൽ നിന്ന് ഇവരുടെ പുതിയ മെഡിസിന് അംഗീകാരം കിട്ടി എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. കോൺകോർ കമ്പനി റെയിൽവേ മിനിസ്ട്രി ആയിട്ടൊരു പുതിയ കോൺട്രാക്റ്റ് ഈ ഒരു കോൺകോർ സൈൻ ചെയ്തിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് 5000 കോടി രൂപ ഓർഡർ കിട്ടി. അദാനി ഗ്രീൻ, ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്ന അദാനി ഗ്രീൻസിലെ ഒരു മേജർ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ അദാനി ഗ്രീൻസിൽ ഒരു മേജർ സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ കാര്യം ഡിസ്കസ് ചെയ്തില്ല. ഗോൾഡ് $4055 ഗോൾഡ് ഉള്ളത്. ഏകദേശം ഒരു $10 ഒരു ഇടിവ് ഗോൾഡ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിറ്റ്കോയിനും അൺബിലീവബിളായിട്ടുള്ള ഒരു ഫോളാണ് ബിറ്റ്കോയിനിൽ കണ്ടത്. കാരണം ബിറ്റ്കോയിനെല്ലാം തന്നെ ഇനിയൊരു ഫോളില്ല, ഇനിയൊരു തിരിച്ചു പോക്കില്ല എന്ന് കരുതി 1,00,000-ൻ്റെയൊക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു അൺയൂഷ്വലായിട്ടുള്ളൊരു ഫോള് ബിറ്റ്കോയിനിലും കണ്ടത്. അപ്പോൾ ഒരു അസറ്റ് ക്ലാസ്സും അല്ലെങ്കിൽ ഒരു സ്റ്റോക്കും, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് ഏതാണ്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സ്റ്റോക്ക് ഏതാണ്, ഇടിയില്ലാത്ത സ്റ്റോക്ക് ഏതാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നിഫ്റ്റിക്ക് പോലും ഈ ഇടിവ് രേഖപ്പെടുത്തുക, അതായത് നിഫ്റ്റി ബീസ് പോലും ഇടിവ് രേഖപ്പെടുത്തുക. അപ്പോഴാണ് നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ ഒന്നും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കൊരു പരിധി വരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മളൊരു ഒറ്റ മ്യൂച്വൽ ഫണ്ട് ഇടുമ്പോൾ അത് മേ ബി ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടാകാം, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 30ഓളം കമ്പനീസിൽ കൂടുതലാവാം. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടി എന്ന് പറയാൻ സാധിക്കുമല്ല. അതൊരു പർട്ടിക്കുലർ കമ്പനീനെയൊന്നും നമുക്ക് എത്ര നല്ല കമ്പനിയായാലും ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്ന കമ്പനിയൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. മാർക്കറ്റ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എനിവേ, നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.